പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഫോറസ്റ്റ് ടോക്കിൽ ഞാൻ സിമി ബാബ്ജാൻ. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഗുഡ് പേരൻറ്റിംഗ് ആണ്. നമ്മുടെ മക്കളെ റെസ്പോൺസിബിളും ഇൻ്റഗ്രേറ്റഡുമായി വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ പേരൻസ് ഒരുപാട് ഉത്തരവാദിത്തമുള്ളവരാണ്. ഈ അടുത്ത കാലത്ത് കണ്ട ബ്രോ ഡാഡി എന്ന് പറയുന്ന ഫിലിമിൽ അതിൻ്റെ ക്ലൈമാക്സ് സീനിൽ ഒരു പരസ്യവാചകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിനോടൊപ്പം ഒരച്ഛനും അമ്മയും കൂടി ജനിക്കുകയാണ് എന്ന്. ഈ ഒരു പരസ്യവാചകം വളരെയധികം അർത്ഥവത്തായി എനിക്ക് തോന്നി. കാരണം നമ്മൾക്ക് അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു മേഖലയാണ് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക. റെസ്പോൺസിബിളും ഇൻ്റഗ്രേറ്റഡും അതുപോലെ തന്നെ പൗരബോധവും ഒക്കെയുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ അച്ഛൻ്റെയും അമ്മയുടെയും റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ ചുറ്റുപാടുകളെ കണ്ടാണ് കുഞ്ഞ് വളരുന്നത്. നല്ല ശീലങ്ങൾ കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ നല്ല ഗുണമുള്ളവരും നല്ല കുട്ടികളുമായി വളർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെ ആ റോളിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് നല്ല രീതിയിൽ അവരെ വളർത്തിയെടുക്കാൻ പറ്റും എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവിടെ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കുക, ആത്മവിശ്വാസം കൊടുത്ത് വളർത്തിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. എങ്ങനെയാണ് ഈ ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റുക? മറ്റുള്ള കുഞ്ഞുങ്ങളുമായി അവരെ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. അവരുടെ ശീലങ്ങളും അവരുടെ കഴിവുകളും ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. അത് ഉൾക്കൊണ്ട് വേണം നമ്മൾ മാതാപിതാക്കൾ അവരോട് പെരുമാറാൻ. അവരെ എപ്പോഴും കമ്പയർ ചെയ്ത് അവർക്ക് സ്ട്രെസ്സ് കൊടുക്കാതെ കോൺഫിഡൻസ് കൊടുത്ത് അവരെ വളർത്തിയെടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അത് നല്ല കാര്യങ്ങളാണെങ്കിൽ അവരെ അതിന് പ്രോത്സാഹിപ്പിക്കാനും, തെറ്റായ കാര്യങ്ങളാണെങ്കിൽ അത് സ്നേഹത്തോടു കൂടി അവരോട് സംസാരിച്ച് അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും നമ്മൾ മാതാപിതാക്കൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് എന്ത് കാര്യവും പേരൻസിനോട് തുറന്നു പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ. അവർക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ അവരോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസം അവരിൽ വളർത്തിയെടുക്കുകയാണ് നമ്മൾ പേരൻസിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. അവരുടെ കൂടെ ചിലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. എൻ്റർടൈൻമെൻറ്റ്സിന് മാത്രമല്ല, മറിച്ച് അവരോട് സംസാരിക്കാൻ പ്രധാനമായും നമ്മൾ സമയം കണ്ടെത്തേണ്ടതാണ്. അവർ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ കേൾക്കാൻ ശ്രമിക്കണം. അപ്പോൾ എന്തും നമ്മളോട് തുറന്നു പറയാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവരിൽ വളർന്നു വരും. നമ്മളുടെ ലിമിറ്റുകളും നമ്മളുടെ ലിമിറ്റേഷൻസും അവരെ മനസ്സിലാക്കി വേണം നമ്മൾ അവരെ വളർത്താൻ. അവരുടെ നീഡ്സ് നടത്തി കൊടുക്കുമ്പോൾ നമ്മുടെ ലിമിറ്റേഷൻസിനകത്ത് നിന്ന് അത് ചെയ്തു കൊടുക്കാനും അതോടൊപ്പം അനാവശ്യമായ അവരുടെ നീഡ്സിന് നോ പറയാനും നമ്മൾ ഒരിക്കലും മടിക്കരുത്. ഇതൊക്കെ അവർ വളർന്നു വരുമ്പോൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ അത് ശീലിപ്പിക്കണം, തീർച്ചയായും ശീലിപ്പിക്കണം. സ്നേഹത്തോടെ അവരോട് പെരുമാറുമ്പോൾ ആ സ്നേഹം അവരിലേക്ക് പ്രകടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഡിസിപ്ലിൻഡായിട്ട് അവരെ വളർത്തുമ്പോൾ ആ ലിമിറ്റേഷൻസിൽ ആ ഡിസിപ്ലിനിൽ ചില ഫ്ലെക്സിബിലിറ്റീസ് കൊടുക്കാനും നമ്മൾ തയ്യാറായിരിക്കണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശീലിപ്പിച്ചാൽ നമ്മുടെ മക്കൾ നമ്മളെ വിശ്വസിച്ച് നമ്മളോട് എന്തും തുറന്നു പറയുകയും നമ്മളെ ഒരു ഫ്രണ്ടിനെ പോലെ കാണാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ പേരൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരിക്കലും നമ്മുടെ മക്കൾ വഴിതെറ്റി പോകാതെ നമുക്ക് അവരെ നല്ല പൗരന്മാരായിട്ടും നല്ല മക്കളായിട്ടും പൗരബോധമുള്ള മക്കളായിട്ടും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഈ നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കുമൊക്കെ എനിക്ക് ഈ
എൻ്റെ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ വിലയേറിയതായി കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ എനിക്കുണ്ടാകണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത വിഷയവുമായി കാണും വരെ നന്ദി, നമസ്കാരം.